നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ മുറിദ് വ്യോമതാവളത്തിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മാക്സ ടെക്നോളജിയാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. മുറിദിൽ ഉണ്ടായിരുന്നെന്ന് സംശയിക്കുന്ന ഭൂഗർഭ സംവിധാനങ്ങളോടുകൂടി ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഈ ചിത്രങ്ങൾ പറയുന്നുണ്ട്. മുറിദ് വ്യോമതാവളത്തിൽ അതീവ സുരക്ഷാ സന്നാഹമുള്ള ഒരു സബ് കോംപ്ലക്സിന്റെ ഉള്ളിൽ പ്രവേശന കവാടത്തിൽ നിന്ന് 30 മീറ്റർ അകലെ 3 മീറ്റർ വീതിയുള്ള ഗർത്തം രൂപപ്പെട്ടതായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഡബിൾ ഹെൽസിംഗ്, നിരീക്ഷണ സ്തൂപങ്ങൾ, അതിസുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയവയുള്ള മേലെയാണ് ഇവിടം. ഭൂഗർഭ ഘടനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനോട് ഈ ഗർത്തത്തിന്റെ സാമീപ്യം കമാൻഡ് ആൻഡ് കൺട്രോൾ പ്രവർത്തനങ്ങളുമായോ ഡ്രോൺ പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെട്ടിരിക്കുന്ന ഭൂഗർഭ താവളങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നതായി അനുമാനങ്ങൾ ഉയരുന്നു. കമാൻഡ് ആൻഡ് കൺട്രോൾ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഡ്രോൺ ഓപ്പറേഷനുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിർണായക സംവിധാനങ്ങൾ അവിടുത്തെ ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്നിരിക്കാം. ഇതാണ് ആക്രമണത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഗർത്തത്തിന്റെ സാമീപ്യം സൂചിപ്പിക്കുന്നതെന്ന് ജിയോ ഇന്റലിജൻസ് റിസർച്ചായ ഡാമിയൻ സൈമൺ പറഞ്ഞു. കൃത്യതയോടെ ആഴത്തിൽ പതിക്കും വിധത്തിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെന്നും അത് പാക് സുപ്രധാന മേഖലയുടെ സംരക്ഷണ സംവിധാനങ്ങളെ നിലംപരിശാക്കിയെന്നും ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ബേസിലെ മറ്റിടങ്ങളിൽ ഒരു UAV സമുച്ചയത്തിനും ഹാങ്കറിനും സമീപമുള്ള ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ ദൃശ്യമാണ്. ഏപ്രിൽ 16-ന് മാക്സ ടെക്നോളജീസ് ഇന്ത്യ നൽകിയ ഉപഗ്രഹ ചിത്രങ്ങൾ കെട്ടിടം കേടുകൂടാതെ ഇരിക്കുന്നതായി കാണിക്കുന്നു. മെയ് 10-ന് എടുത്ത ആക്രമണത്തിന് ശേഷമുള്ള ചിത്രം ഘടനയ്ക്ക് ദൃശ്യമായ കേടുപാടുകൾ വെളിപ്പെടുത്തുന്നു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം ശത്രുവിന്റെ മനോനില തിരിച്ചറിയാൻ ശേഷിയുള്ള സേനാ വിദഗ്ധരെ ഉൾപ്പെടുത്തിയെന്നും വിവരമുണ്ട്. ഇതും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ വിവിധ കമാൻഡുകളുമായി പ്രവർത്തിക്കുന്ന 5 മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരടങ്ങിയ റെഡ് ടീമിന്റെ സേവനം ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നത് ആദ്യമായാണ്. ശത്രുവിന്റെ തന്ത്രങ്ങൾ അനുകരിക്കുകയും അതിനെതിരെ സാങ്കല്പിക ആക്രമണം നടത്തുകയും ചെയ്തതാണ് രീതി. ശത്രുവിന്റെ വേഷത്തിൽ അണിനിരക്കുന്നവരെ ബ്ലൂ ടീം എന്നാണ് വിളിക്കുക. മഹാഭാരതത്തിൽ പാണ്ഡവർക്ക് സ്നേഹവായ്പോടെ ഉപദേശം നൽകിയ വിദുരരെ അനുസ്മരിപ്പിച്ച് വിദുർ വക്ത എന്നാണ് സൈന്യം ഈ നീക്കത്തെ വിളിച്ചത്. വിവിധ തലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത് പ്രയോഗിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.